ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ശാന്തിയും നിലനിർത്താനായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വളരെ അത്ഭുതം നിറഞ്ഞതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും ശാന്തിയും ഒക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ തേടിയുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ലഭിക്കണമെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെയധികം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി എങ്ങനെയാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങൾ എപ്പോഴും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും അനുഗ്രഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വേഗത്തിലും എളുപ്പത്തിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആക്കി നിലനിർത്താൻ ശ്രമിക്കുക കേട്ടോ. ജീവിത സാഹചര്യത്തിൽ പല വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കാം. പക്ഷെ അതിനെ ഓർത്ത് വേദനിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചേക്കുക. പക്ഷെ അതിൽ കൂടുതൽ സമയം, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ആ ഒരു വ്യക്തിയെയും ആ ഒരു സാഹചര്യത്തെയും ചൊല്ലി നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളുടെ ജീവിതമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആ വ്യക്തികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ വ്യക്തികൾക്ക് ഒരു ദോഷവും വരുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇനി ഇതുവരെ ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ, ഇനി മുന്നോട്ടുള്ള ജീവിതം എനിക്ക് വിജയിക്കണം, എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, എനിക്ക് സന്തോഷകരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്നൊരു മനോഭാവം നിങ്ങൾ നേടിയെടുക്കുക. ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് സാഹചര്യം വന്നാലും കുറച്ചു നേരം നമ്മളൊന്ന് ഡൗൺ ആയിരിക്കും, അതായത് മനസ്സൊന്ന് താഴോട്ട് ലോ ഫ്രീക്വൻസിയിലേക്ക് പോകും. പക്ഷെ എന്നാലും നമ്മൾ ബോധപൂർവം അതിനെ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് നമ്മൾ തന്നെ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു ഓഡിയോയ്ക്കിടയിൽ നിങ്ങളോട് ഇങ്ങനെ കുറേ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന പ്രാക്ടീസിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വലിച്ചു നീട്ടുന്നതല്ല കേട്ടോ. നിങ്ങളെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തിക്കണമെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ ഫ്രീക്വൻസിയിൽ എത്തേണ്ട ആവശ്യം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയിലിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പം ചിന്തകളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഈ പ്രാക്ടീസിലേക്ക് വരിക. പ്രാക്ടീസ് വളരെ ലളിതമായിട്ടുള്ളതാണ്. കുറച്ച് അഫർമേഷനും സ്ക്രിപ്റ്റിങ്ങും അതുപോലെ സ്വിച്ച് വേർഡും മാത്രമേ ഇതിനകത്തുള്ളൂ. അത് കറക്റ്റ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള കാര്യം വിഷ്വലൈസേഷനാണ്. നിങ്ങളുടെ കുടുംബത്തിലെ നിലവിലെ സാഹചര്യം നെഗറ്റീവായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. അത് ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ പരിപൂർണമായിട്ട് മാറ്റി നിങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കറിയാലോ. നിരന്തരമായ പ്രാക്ടീസിലൂടെ തീർച്ചയായിട്ടും കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷത്തെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിലവിലെ സാഹചര്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് എന്താണ്? സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. അവിടെയാണ് വിഷ്വലൈസേഷൻ. ഇപ്പം നിങ്ങളുടെ വൈഫിനെ എടുക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ എടുക്കുക. അവർ കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ അവരിൽ നിന്നുള്ള എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവണം? പിന്നെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് ഒന്നും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ട കേട്ടോ. അത് നല്ലതല്ല. ന്യായമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. സന്തോഷമായിട്ടിരിക്കുന്നതും നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതും തമാശകൾ പറയുന്നതും നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നതും നിങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹസ്ബൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ വൈഫിനെ കുറിച്ചോ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ മക്കളുടെ കാര്യത്തിൽ അവർ അനുസരണാശീലമുള്ളവരായിട്ട് വളരുന്നതും
അതുപോലെ അവര് എന്താണ് വളരെ ഹാപ്പി ആയിരിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പരാതി പറയുന്നത് എന്താണോ എന്താണ് നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ കുട്ടികളുടെ കാര്യം അവരൊക്കെ ചെയ്യുന്നു. വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ ഡേ, ഓണോ ക്രിസ്മസോ എന്തെങ്കിലും വരുന്നു, നിങ്ങൾ ഇതുവരെ ആഘോഷിച്ചതുപോലെയുള്ള എല്ലാ കുടുംബാംഗങ്ങളും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സമ്മാനം വാങ്ങിത്തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്നു. അത് കാണുമ്പോൾ അവർ സന്തോഷിക്കും. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ നിമിഷങ്ങളെ നമ്മൾ തന്നെ സന്തോഷകരമാക്കി വിഷ്വലൈസേഷൻ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മളോട് വെറുപ്പ് കാണിക്കുന്നവരും നമുക്ക് വെറുപ്പ് തോന്നുന്നവരെ പോലും നിങ്ങളവിടെ സ്നേഹത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക. ആദ്യം മാറ്റം ജനിക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്. നമ്മളിലും ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മുടെ വാശി, വിദ്വേഷം ഇതൊക്കെ മാറ്റി വെച്ചേക്കുക. അത് വേണ്ട. അതിരിക്കും തോറും നിങ്ങൾ വെറുക്കുന്ന ആൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ട് അവരോടുള്ള വെറുപ്പിനെ നിങ്ങൾ പതിയെ പതിയെ മാറ്റാൻ ശ്രമിക്കുക. ഒപ്പം ആ വ്യക്തി, നിങ്ങൾ വെറുക്കുന്ന വ്യക്തി നിങ്ങളോട് സ്നേഹമായിട്ട് വരുന്നതായിട്ടും അതല്ലേ ഏറ്റവും നല്ലത്. എന്നും ആ വെറുപ്പും ചുമന്ന് നടക്കുന്നതിനേക്കാളേറെ നിങ്ങൾ വെറുക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം പറ്റുമെങ്കിൽ. ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുന്നില്ല. അതല്ല എങ്കിൽ ആ വ്യക്തിയുടെ കാര്യം നിങ്ങൾ വിട്ടേക്കുക. വെറുതെ അവരെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവരെ വിട്ടേക്കുക, അല്ലെങ്കിൽ അവർ നല്ലതായി വരുന്നു എന്ന് ചിന്തിക്കുക. വിഷ്വലൈസേഷൻ ഈ തരത്തിൽ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് എഴുതി വെക്കുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. എൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. ഇത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബജീവിതം എനിക്ക് തന്നതിന് ഞാൻ എന്നും അങ്ങയോട് നന്ദിയുള്ളവളായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളെ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ ഇങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ നല്ല സമാധാനമുണ്ട്, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, വീടിനകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നുണ്ട്, തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പരസ്പരം അല്ലെങ്കിൽ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരണാശീലമുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം വളരെ സമാധാനവും സന്തോഷവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വന്നു ചേർന്നു എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റിംഗ് എഴുതി വെച്ചിട്ട് ഏറ്റവും അവസാനം കുറേ താങ്ക് യു എഴുതുക. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് എഴുതുക. അതിനുശേഷം അത് എന്നും വായിക്കുക. ഒറ്റ തവണ സ്ക്രിപ്റ്റിംഗ് എഴുതേണ്ട ആവശ്യമുള്ളൂ, പിന്നെ എന്നും വായിക്കുക കേട്ടോ. അതുപോലെ ഏത് കളർ പേന കൊണ്ട് വേണമെങ്കിലും എഴുതാം. ഇങ്ങനൊരു സംശയം വരരുത്. ബുക്കിനകത്ത് എഴുതി വെക്കുക കേട്ടോ. സ്ക്രിപ്റ്റിംഗ് ബുക്കിൽ തന്നെ എഴുതുക. എന്നിട്ട് അതൊന്നും വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഞാൻ ഈ പറയുന്ന 2 അഫർമേഷൻസും നിങ്ങളെന്നും എഴുതാൻ ശ്രമിക്കുക. 11 തവണ വച്ചിട്ട്, ഓരോന്നും 11 തവണ വച്ചിട്ട് എഴുതുക. ഫസ്റ്റ് അഫർമേഷൻ, ഇത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനാണ്. എൻ്റെ കുടുംബത്തിൽ സദാ സന്തോഷവും സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതിനു നന്ദി. എൻ്റെ കുടുംബത്തിൽ സദാ സന്തോഷവും സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതിനു നന്ദി. ഓക്കെ. രണ്ടാമത്തെ അഫർമേഷൻ, എൻ്റെ കുടുംബാംഗങ്ങൾ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിനു നന്ദി. എൻ്റെ കുടുംബാംഗങ്ങൾ പരസ്പരം ആത്മാർത്ഥമായി ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി. ഇത് രണ്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാണോ കൂടുതൽ ക്ഷമ വേണ്ടത് അവർ നന്നായിട്ട് ക്ഷമിക്കുന്നു എന്നുള്ളത് കൂടെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് എഴുതൂ. അത് കുറേ കൂടെ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം കുടുംബത്തിലെ ആയിക്കോട്ടെ പുറമേ ഉള്ളതായിക്കോട്ടെ ഏതൊരു ബന്ധവും വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വിച്ച് ബോർഡാണ് ഷൈൻ ടുഗെദർ. ഷൈൻ ടുഗെദർ. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പോൾ ഒരാളുടെ പേരെടുക്കുക, ഉമ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ. ഉമയുടെ മനസ്സിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ക്ഷമയും നിലനിൽക്കുന്നതിന് നന്ദി. അപ്പോൾ ഓരോ വ്യക്തികളെ എടുക്കുക, ഈ ഒരു അഫർമേഷൻ പറയുക. ഉമയുടെ മനസ്സിൽ സദാ സമാധാനവും സന്തോഷവും ശാന്തിയും നിലനിൽക്കുന്നതിന് നന്ദി. ഷൈൻ ടുഗെദർ.
ഓക്കെ. ഇത് നിങ്ങളൊരു 7ഓ 8ഓ എണ്ണം നോക്കിയില്ലേലും കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ പറയുക. ഓരോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 അംഗങ്ങളുടെ പേര് പറഞ്ഞ് പെട്ടെന്നൊന്ന് പറയുക മാത്രമല്ലേ ഉള്ളൂ. അതിന് വലിയ സമയമൊന്നും എടുക്കില്ല. ആത്മാർത്ഥമായിട്ട് അതങ്ങ് പറയുക. അർത്ഥം മനസ്സിലാക്കി പറയുക. ഉറപ്പായിട്ടും ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതും ഒന്ന് എഴുതുക. എന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഷൈൻ ടുഗെദർ എഴുതാൻ വിട്ടു പോകരുത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഷൈൻ ടുഗെദർ. ഓക്കെ. അപ്പോൾ ഈ ഷൈൻ ടുഗെദർ പറയുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ള പരിപൂർണ വിശ്വാസം. ഈശ്വരനിലാണ് നിങ്ങളിതെല്ലാം എഴുതിയും പ്രാക്ടീസ് ചെയ്തും സമർപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ നടക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ശാന്തിയും സന്തോഷകരമായ പൂർണ്ണമായ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈശ്വരന് സമർപ്പിച്ച് സന്തോഷമായിട്ട് നിലവിലെ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓഗസ്റ്റ് 21-ാം തീയതി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വളരെ പവർഫുള്ളായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പ്രാക്ടീസിലൂടെ മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും നിലനിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രാക്ടീസുകൾ തന്നെയാണ്. അതുപോലെ ഇതിനകത്തും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് ബോർഡ് ചാൻറ്റിങ്ങും ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിരന്തരമായിട്ട് 21 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ ഈ പ്രാക്ടീസിന് സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.